നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറുമെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു തിരിച്ചറിയൽ രേഖ വേണം. അയ്യോ, ഏത് ID കാർഡ് കൊണ്ടുപോകും എന്നോർത്ത് ഒരു ടെൻഷനും വേണ്ട. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഒന്നോ രണ്ടോ ഓപ്ഷനല്ല, 12. അതെ, 12 വ്യത്യസ്ത തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം. ശരി, നമുക്ക് ഏറ്റവും സാധാരണയായി എല്ലാവരുടെയും കയ്യിലുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ഐഡികൾ ആദ്യം നോക്കാം. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. എന്തിനാ, നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ആണെങ്കിൽ പോലും മതിയാകും. ഇതിലേതെങ്കിലും ഒന്ന് കയ്യിലുണ്ടല്ലോ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞതൊന്നും കയ്യിലില്ലേ? ഒരു പ്രശ്നവുമില്ല, ഇനിയും ഓപ്ഷനുകളുണ്ട്. നിങ്ങളുടെ തൊഴിലുറപ്പ് കാർഡ്, ഫോട്ടോ ഉള്ള പെൻഷൻ ഡോക്യുമെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്. ഇനി നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി ID കാർഡ് വരെ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ 12 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. ഇനി നമ്മൾ ബൂത്തിലെത്തി എന്ന് വിചാരിക്കുക. അവിടെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഒരുപോലെ സുഗമമായി വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നതാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ളവർക്കും പ്രായമായവർക്കും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ വീൽചെയർ ആവശ്യമുള്ളവർക്ക് റാമ്പുകളും വീൽചെയറുകളും ബൂത്തിലുണ്ടാകും. കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ടിംഗ് മെഷീനിൽ ബ്രെയിൽ ലിപ്പിയുണ്ടാകും. പോരാത്തതിന് നിങ്ങളെ സഹായിക്കാനായി പ്രത്യേക സന്നദ്ധ പ്രവർത്തകരും അവിടെയുണ്ടാകും. ഓക്കെ, അപ്പൊ തിരിച്ചറിയൽ രേഖയൊക്കെയായി നമ്മൾ ബൂത്തിനകത്ത് കയറി. ഇനി അകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം, അല്ലേ? വളരെ എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ്. അകത്ത് ആകെ 3 പോളിംഗ് ഓഫീസർമാരുണ്ടാകും. ഇതൊരു 3 സ്റ്റെപ്പ് ചെക്കിംഗ് പോലെ ഓർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഓഫീസർ എന്ത് ചെയ്യും? അദ്ദേഹം നിങ്ങളുടെ ID വാങ്ങി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോന്ന് ഉറപ്പുവരുത്തും. ഓക്കെ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓഫീസറുടെ അടുത്തേക്ക്. അദ്ദേഹം നിങ്ങളുടെ ചൂണ്ടുവിരലിലെ മഷി പുരട്ടിയിട്ട് രജിസ്റ്ററിൽ ഒരു ഒപ്പും വാങ്ങും. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ ഓഫീസർ. അദ്ദേഹം നിങ്ങളുടെ വിരലിലെ മഷി ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾക്കായി വോട്ടിംഗ് മെഷീൻ റെഡിയാക്കിത്തരും. കണ്ടില്ലേ? സിമ്പിൾ. ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്കാണ്, വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ. ഇവിടെ വെച്ചാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ആ നീല ബട്ടൺ അങ്ങ് അമർത്തുക. നിങ്ങൾ ബട്ടൺ അമർത്തിയ ഉടനെ ആ ചിഹ്നത്തിനു നേരെ ഒരു ചുവന്ന ലൈറ്റ് തെളിയുന്നത് കാണാം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കൺഫർമേഷൻ. അതിന് തൊട്ടു പിന്നാലെ നിങ്ങൾ വ്യക്തമായ ഒരു ബീപ് ശബ്ദം കേൾക്കും. ഈ ശബ്ദം വളരെ പ്രധാനമാണ്. കാരണം ഈ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കുറപ്പിക്കാം നിങ്ങളുടെ വോട്ട് മെഷീനിൽ പതിഞ്ഞുകഴിഞ്ഞു. പക്ഷെ തീർന്നില്ല, ഒരു അവസാന ഉറപ്പുവരുത്തൽ കൂടിയുണ്ട്. തൊട്ടടുത്തുള്ള VVPAT മെഷീന്റെ ഗ്ലാസിലൂടെ നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ചിഹ്നമുള്ള ഒരു സ്ലിപ്പ് 7 സെക്കൻഡ് നേരത്തേക്ക് കാണാൻ പറ്റും. ഇതോടെ 100% ഉറപ്പിക്കാം നിങ്ങളുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയുള്ളൂ. കണ്ടില്ലേ? വളരെ എളുപ്പമായിരുന്നു. നിങ്ങളുടെ വോട്ട് ഇപ്പോൾ വിജയകരമായി രേഖപ്പെടുത്തിക്കഴിഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാന